ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് അപ്പൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പൂനെന്ന് പറയാൻ പറ്റില്ല, ആദിൽക്കും ഷാലിനും മൂന്നാൾക്കും കൂടി എടുക്കുന്നതാണ്. ഷാലിനിങ്ങനെ ഓട്ടോയിലെല്ലാം പോകുന്ന ഭയങ്കര സന്തോഷമാണ്. തൊപ്പി മാത്രം തലയിൽ വെക്കൂല, ചാടും, എവിടെയെങ്കിലും എടുത്ത് ചാടിക്കളിയോ. അങ്ങനെ ആയതുകൊണ്ട് തൊപ്പി 1, 2 ഒരു 6 7 കളഞ്ഞിട്ടായി. ഇനി മതി എനിക്ക് തൊപ്പിയിട്ടത് വിചാരിച്ച് ഞാൻ തലക്ക് തൊപ്പിയിട്ടിട്ടില്ല. സത്യത്തിൽ ഓനിക്കും എനക്കൊന്നും സുഖമല്ല. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനും പിന്നെ ഒരു ചെരുപ്പ് എടുക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ ശനിവാർ സന്ത ടൗണിലാണ്. ഫസ്റ്റ് പോയി ചെരുപ്പ് എടുത്ത് പിന്നെ ഞങ്ങൾ തുണി ഷോപ്പിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരം പോകുന്ന ഷോപ്പിൽ തന്നെ പോയത്. പിന്നെ അപ്പൂന് ഇഷ്ടമുള്ളത് പാൻറ്റും ഒരു ഷർട്ടും എടുത്ത് ആദിൽക്കും എടുത്ത് കുഞ്ഞിക്കും എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത്. അങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. പിന്നെ പിറ്റേത് രാവിലെയുള്ള വീഡിയോ ആണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. അതായത് പിന്നെ ബർത്ത്ഡേൻ്റെ അന്ന് അപ്പോൾ മദ്രസയിലെല്ലാം പോയി എല്ലാവർക്കും മുട്ടായെല്ലാം ഇതാണ് ചെയ്തെല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മണി 11 മണിയാകുമ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ബസ് പോകാമെന്നാണ് ആദ്യം ഞങ്ങൾ പ്ലാനിങ് ഉണ്ടായത്. പിന്നെ അതിനെ മാറ്റി ഓട്ടോയിലാക്കി. ഒന്നാമത്തത് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് പോവാന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങനെ കഴിഞ്ഞതാണ് കേട്ടോ. ഏട്ടത്തിയും അനിയത്തിയും എല്ലാവരും വരുന്നുണ്ട്. ഒരുപാട് ദിവസമായി അവരെല്ലാം കണ്ടിട്ട് എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങനെ വരുന്നതാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കുശാൽ നഗർ എത്തി. അപ്പോൾ കുശാൽ നഗറിന് ഞാൻ അത്ര വീഡിയോ എടുത്തില്ല. എപ്പോഴും ഇങ്ങനെ പോകുന്ന വീഡിയോ ഞാൻ എടുത്തിടുന്നതാണല്ലോ. അങ്ങനെ ഞങ്ങൾ പൊരണ്ടാടെ എത്തിയപ്പോൾ ഉള്ള വീഡിയോ ആണിത്. അപ്പോൾ വീട്ടിൻ്റെ അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ താത്തയും കുട്ടിയേട്ടത്തിൻ്റെ മക്കളും എല്ലാം വന്നിട്ടുണ്ടായി. പിന്നെ അനിയത്തി വരുന്നുണ്ട്. ഓള് ഞാൻ വന്നതിന് ശേഷമാണ് വരുന്നത്. വൈകുന്നേരം ആവുന്ന പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പം മുന്നേ കയറിയിരുന്ന് ഇതാക്കി. പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് അവിടെ കുറച്ച് ചിരിച്ച് കളിച്ച് കുറച്ച് സമയമെല്ലാം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ പിന്നെ കുറച്ച് ഡെക്കറേഷൻ ആക്കാനുള്ള കുറച്ച് സാധനമെല്ലാം എടുത്തിട്ട് ബലൂണും എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ അത് ഏട്ടത്തിൻ്റെ മക്കളുണ്ടല്ലോ, അപ്പോൾ ഓരോ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ ചെറിയൊരു എല്ലാവരും ഉള്ളൊരു സന്തോഷത്തിന് ഞങ്ങൾ എന്തൊക്കെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായേ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഓർഡർ ചെയ്തത്. ആ കേക്കും ഞാൻ എന്താക്കി ഇവിടെ തന്നെ വന്ന് പിന്നെ ഓർഡർ ചെയ്താണ്. ഉപ്പ എന്താക്കി അത് കൊണ്ടുവന്ന് ഉപ്പ കൊണ്ടുവന്ന് പോയിട്ട് പിന്നെ എന്താ പറയുക, അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയത്തി വന്ന് പിന്നെ ഉമ്മ പായസമാക്കിയിട്ടുണ്ടായി. പിന്നെ ബിരിയാണിയാക്കി എല്ലാവരും ഒത്തുകൂടിയതല്ലേ. അങ്ങനെ അനിയത്തി വന്ന സന്തോഷത്തിൽ ഇപ്പോൾ കുഞ്ഞിനെ കളിപ്പിക്കുന്നതാണ്. എല്ലാ ആൺകുട്ടികളാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു പെൺകുട്ടി, ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇപ്പോൾ ഉള്ളതിൽ ഷാല് കഴിഞ്ഞാൽ പിന്നെ ഉള്ള കുഞ്ഞാണ് പെൺകുട്ടി ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം എല്ലാവർക്കും. അങ്ങനെ കേക്ക് കൊണ്ടുവന്ന് അപ്പോൾ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണിയൊക്കെ എത്ര ആളുണ്ട് നല്ല കേക്ക് മുറിച്ച് രാവിലെ ആക്കണമല്ലോ. അങ്ങനെ എണ്ണി വെക്കുന്നതാണ്. ഷാല് പിന്നെ ഇരിക്കുന്നില്ല, അവനക്കൊരു ബലൂണും കൊടുത്തിട്ട് അവിടെ ഇരുത്തി. അങ്ങനെ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലായിട്ട് അറിയിക്കുക. പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ എൻ്റെ അപ്പന് 10 വയസ്സിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇപ്പോൾ കഴിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ ഈ ബലൂൺ കിട്ടിയിട്ടും ഈ ഡെക്കറേഷൻ ആക്കിയിട്ടൊന്നും ആ കഴിക്കലില്ല, ഇതുവരെ ആക്കിയിട്ടില്ല. പിന്നെ ഓനെൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഇതാക്കി കൊടുത്തട്ടോ. ഇത് ആദ്യം ഉണ്ടായിരുന്നു, ബേക്കറി മിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബലൂൺ മാത്രം ഞങ്ങൾ പുറത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ. അങ്ങനെ ഓൻ്റെ ബർത്ത്ഡേ ഇവിടെ വന്നപ്പോൾ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് അവരങ്ങോട്ട് ഊതി വീർപ്പിച്ച് എല്ലാം ശരിയാക്കി വെച്ചതാണ്. എന്തായാലും പരിപാടി നല്ല പാങ്ങിൽ കഴിച്ച്
ഭയങ്കര ഹാപ്പി എന്നാണ്. ഇങ്ങനത്തെ ഒരു ഹാപ്പി ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത്ര സന്തോഷമായിരുന്നു ഇങ്ങനെ ഊതി കെട്ടിയതെല്ലാം കണ്ട്. ബലൂണെല്ലാം ഊതിയുണ്ട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.